നമസ്കാരം. നമ്മുടെ എൻ്റെ ഇവിടെ ആനന്ദം സീരീസിലെ അടുത്തൊരു വീഡിയോയാണ്. ഓരോ വീഡിയോസായിട്ട്, അതായത് ഓരോരോ സ്റ്റെപ്സിലായിട്ടുള്ള ഓരോ വീഡിയോസ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രിക്ക് വർക്കിനെ കുറിച്ചാണ്. നമ്മൾ കട്ട അല്ല ഇന്നത്തെ പ്രധാനമായിട്ടുള്ള സംഗതി, കട്ട കെട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ചുമര് തേക്കുന്നതിന് മുന്നേ വരെയുള്ള അവസ്ഥ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഏതൊക്കെ രീതിയിൽ ഗുണപ്രദമാവും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് വിശദീകരിച്ച് തരുന്നത് നമ്മുടെ ഈ വീട് ചെയ്യുന്ന ഓറൻസായി ബിൽഡേഴ്സിൻ്റെ ഡയറക്ടർ കൂടിയ കൃഷ്ണകുമാറാണ്. അദ്ദേഹം നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് കേട്ട് മനസ്സിലാക്കാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കൃഷ്ണകുമാർജിയാണ്. കൃഷ്ണകുമാർജി നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി അല്ലേ. അതായത് ഓരോ ഘട്ടമായിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാർക്ക് പല സംശയങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. വളരെ ക്ഷമയോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ എൻ്റെ അടുത്ത് സദയം ക്ഷമിക്കണം. കാര്യം നമ്മുടെ ഒരു സ്വപ്ന ഭവനം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൃഷ്ണകുമാർജിയുടെ പുള്ളിയുടെ പേജിൽ പോലും ഇത് പബ്ലിഷ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല, എങ്കിലും ചെറിയൊരു സംഗതി. അവസാനം നമ്മളതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്ലാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തരുന്നതാണ്. അതുവരെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് തുടങ്ങാം. കട്ട കെട്ടുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത് നമ്മുടെ ബാക്ക് ഫില്ലിങ് വരെ നമ്മൾ സംസാരിച്ചിരുന്നു. കട്ട കെട്ടുമ്പോഴത്തേക്കുള്ള സംഗതികൾ, അതിൻ്റെ A to Z കാര്യങ്ങൾ, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് പ്രോപ്പറായിട്ടുള്ള സാധനം എനിക്ക് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് ബ്ലോക്ക് വർക്ക്സ്. അത് ബ്രിക്കും ബ്ലോക്കും ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ ഡ്രോയിങ്സ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, സൈറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഡ്രോയിങ് ലേറ്റസ്റ്റ് റിവിഷൻ ആണോ അല്ലയോ. കാരണം ഇതെല്ലാം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ ചെയ്തതിന് ശേഷം റൂമിന്റെ അലൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ലേ ഔട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നമുക്കൊരു ഡബിൾ വർക്കായിട്ട് മാറും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും കൂടി റീകൺഫേം ചെയ്യുക നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡ്രോയിങ്സ് ആയാലും ടൂൾസ് ആയാലും ആസ് പെർ ദ റിക്വയർമെന്റ് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലേ ഔട്ട് ചെയ്യലാണ്. സോ ലേ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ബ്രിക്ക് വർക്കിൽ ഏറ്റവും ടൈം എടുക്കുന്ന കാര്യം. സോ നമ്മുടെ ഫൗണ്ടേഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലിന്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെവൽ ഡിഫറൻസോ പല പല കാര്യങ്ങളും ഉണ്ടാവാം. അത് ഹ്യൂമൻ എറേഴ്സ് ആണ്. അതെല്ലാം വിത്തിൻ ടോളറൻസ് ആണെങ്കിൽ നമ്മൾ പിന്നെ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ ബ്ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്യും. അതെ, ഫസ്റ്റ് ലെയർ. സോ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ റൂമിന്റെയും ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാം. ഡയമെൻഷൻസ് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, അത് കൂടാതെ അതിന്റെ ഡയഗണൽസ് കൂടി ചെക്ക് ചെയ്യണം. ഈ ഡയഗണൽസ് എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്ററിംഗ് ആയാലും അതുപോലെ ടൈലിംഗ് വർക്ക്സ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ ഡയഗണൽസിനെ വെച്ചിട്ടാണ് അതിന്റെ ഒരു റൈറ്റ് ആംഗിൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടൈലിംഗ് എല്ലാം ചെയ്യുമ്പോൾ പ്രോപ്പർ 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഈ ടൈലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ആംഗിൾ പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അത് ശരിക്കും നമ്മുടെ ഫിനിഷിങ്ങിനെ ബാധിക്കും. സോ അതുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓൺവേർഡ്സ് തന്നെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിരിക്കണം. അതെ, ശരി. സോ നമ്മൾ അതിനകത്ത് ബേസിക് കെയർ ചെയ്യേണ്ടത് നെക്സ്റ്റ് തിങ് നമ്മുടെ ഓപ്പണിങ്സിൽ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഇപ്പൊ ഇനീഷ്യൽ ലെവലിൽ ബേസ് ലെവൽസിൽ വിൻഡോസ് ഓപ്പണിങ്സ് ഉണ്ടാവില്ല, ഡോഴ്സ് ആയിരിക്കും മെയിൻ വേണ്ടത്. ഇപ്പൊ ഡോഴ്സിന്റെ ലെങ്ത്, ഡോഴ്സിന്റെ വിഡ്ത്ത്, ഡോഴ്സിന്റെ പൊസിഷനിങ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി അതിനകത്ത് ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് അനുസരിച്ച് വരുന്നുണ്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ലെയർ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ജോയിന്റ്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കണം. കാരണം വെർട്ടിക്കൽ ജോയിന്റ്സ് ലാസ്റ്റ് നമ്മൾ പ്ലാസ്റ്ററിംഗിന് വരുമ്പോഴാണ് ഈ പ്രശ്നം വേണ്ടത്. ഈ ജോയിന്റ്സ് ഉണ്ടല്ലോ മിനിമം ഒരു 10 സെന്റിമീറ്റർ 7.5 to 10 സെന്റിമീറ്റർ മൈൻഡിൽ വെക്കുക. മിനിമം അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ അതിലും കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്സിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് പലപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പുറത്തുള്ള പോലെ വിത്ത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിരിക്കില്ല നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആവും. സോ അതുകൊണ്ട് നമ്മൾ അതിന്റെ ആ സ്ട്രെങ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഉണ്ടല്ലോ 2 ബ്രിക്സ് തമ്മിൽ ജോയിന്റ്സിന്റെ ഗ്യാപ്പ് മിനിമം ഒരു 7.5 to 10 സെന്റിമീറ്റർ എങ്കിലും മിനിമം കീപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നീട് അതിന്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ വെർട്ടിക്കൽ ക്രാക്സ് വരാനായിട്ട് അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. സോ അത് ആദ്യത്തെ ലെവൽ വെച്ചിട്ട് തന്നെ നമ്മൾ അത് എൻഷുർ ചെയ്യുക. അത് നമ്മൾ സെക്കൻഡ് ലെയർ ഓഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഈ വെർട്ടിക്കൽ ഗ്യാപ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ജോയിന്റ്സ് വരണ്ടോ ഇല്ലയോ. വരണ്ടെങ്കിൽ അതനുസരിച്ച് ബ്രിക്സിനെ അലൈൻ ചെയ്യുക. ചിലപ്പോൾ ഒരു 5 സെന്റിമീറ്റർ നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അലൈൻ ചെയ്ത് നോക്കുക. ആ 2 ലെയർ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ റിപ്പീറ്റേഷൻ. ഓക്കെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കുന്നത് ഒരു ദിവസം മാക്സിമം നമ്മളൊരു 5 ലെയേഴ്സിൽ കീപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്സിന്റെ സെൽഫായിട്ട് വെയിറ്റ് ഉണ്ട്, ഇതിന്റെ സെറ്റിംഗ് ടൈം ഉണ്ട്, ഇതിന്റെ മോട്ടാറിന്റെ എല്ലാം. സോ
സോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം അതിൻ്റെ വെർട്ടിക്കാലിറ്റിക്ക് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് അതിന്റെ മുകളിലോട്ട് നമ്മളൊരു 6 layers 7 layers 8 layers ഒന്നും വെക്കരുതെന്ന് പറഞ്ഞത്. 5 layers നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കാം. മാക്സിമം 6th layer വരെ സ്റ്റോപ്പ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിലും നമ്മൾ അത് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വയ്ക്കുമ്പോൾ അറിയില്ല, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ മൂവ്മെന്റ് ആ വെയിറ്റ് വെച്ചിട്ട് സെറ്റിൽ ആവുന്ന സമയത്തായിരിക്കും അതിന്റെ വെർട്ടിക്കാലിറ്റി അത് ബാധിക്കും. കാരണം മോട്ടർ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ അത് ബെറ്റർ നമ്മളൊരു 5 layers തന്നെ സ്റ്റോപ്പ് ചെയ്യുക. 1 meter മാക്സിമം പോയി കഴിഞ്ഞാൽ 1.2. അതിനകത്തേക്ക് പോകണ്ട, നമ്മൾ 1 meter തന്നെ എൻഷുർ ചെയ്യുക. പിന്നെ അൺഅവോയ്ഡബിൾ കേസസ് ഉണ്ടാവാം, ഒരു ലെയറും കൂടി വെച്ചപ്പോൾ അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ മാത്രം 1.2 പോകാം. ഇല്ലെങ്കിൽ നമ്മൾ 1 meter തന്നെ ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കാം. അടുത്തത് നമ്മൾ വരുമ്പോൾ ഇനിയും പറയുന്നത് ലിൻഡൽ ലെവലിലുള്ള കാര്യങ്ങളാണ്. ലിൻഡൽ ലെവലിൽ നമ്മൾ ബേസിക്കലി 2 രീതിയിലാണ് ഇപ്പോൾ ലിൻഡൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ കണ്ടിന്യൂസ് ബെൽറ്റ് പോലെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡോർ ഓപ്പണിങ്ങിന്റെ ആ ഒരു സൈസിലോട്ട് മാത്രം ചെയ്യും. നമ്മളപ്പോൾ ആ ഒരു ഡോർ ഓപ്പണിങ്ങിന്റെ സൈസിലോട്ട് മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ലിൻഡലിന്റെ ബെയറിംഗ് മിനിമം 200 mm എങ്കിലും, അതായത് 20 cm എങ്കിലും 2 സൈഡിലോട്ടും കൊടുക്കാനായിട്ട് മറക്കരുത്. അതിപ്പോ എത്ര ചെറിയ ഓപ്പണിംഗ് ആണെങ്കിലും എത്ര വലിയ ഓപ്പണിംഗ് ആണെങ്കിൽ അതനുസരിച്ച് ഡെപ്ത് അനുസരിച്ച് വീണ്ടും കൂട്ടുക. നോർമലി നമ്മളൊരു 200 mm എങ്കിലും either സൈഡിലോട്ട് പോവുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബെൽറ്റ് പോലെയാണ് ലിൻഡൽ ചെയ്യണമെങ്കിൽ നോ ഇഷ്യൂ, അത് ഓട്ടോമാറ്റിക്കലി അത് കവറപ്പ് ആയിട്ട് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡലിന്റെ ലെവല്, അത് ബ്ലോക്ക് വർക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഡോർ ഓപ്പണിംഗ് എവിടെയാണോ അത് നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനിഷിംഗ് ലെവൽ FFL അത് ക്ലിയർ ചെയ്യുക, പ്ലസ് 2.1 വെക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ ലെവലിൽ നിന്ന് നമ്മൾ 2.1 വെക്കുമ്പോൾ ടൈല് വെച്ച് കഴിയുമ്പോൾ നോർമലി ഈ ഡോറിന്റെ സൈസ് കുറയും. നമുക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല. പിന്നെ ഡോറിന്റെ സൈസ് കുറയ്ക്കാന്നുള്ളൂ. കാരണം ലിൻഡൽ വൺസ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മോഡിഫിക്കേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ ബെറ്റർ ആദ്യമേ തന്നെ നമ്മൾ ആ ഹൈറ്റ് ക്ലിയർ ചെയ്യുക. നമ്മുടെ ഫ്ലോറിംഗ് തിക്നെസ് എത്ര വരും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോർ ഹൈറ്റ് എത്ര വരും, അതനുസരിച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നോർമലി നമ്മുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇപ്പോൾ ടൈലാണെങ്കിൽ ഓക്കെ നമുക്കറിയാം, പിന്നെ കടപ്പ്, അതുപോലെ തന്നെ പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ ഫ്ലോറിംഗ് ഫൈനൽ ചെയ്യണം ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത്. സോ അതനുസരിച്ച് തിക്നെസ് മാറും. തിക്നെസ് മാറി കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർ മോഡിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ വൺസ് നമ്മൾ ലിൻഡൽ ചെയ്ത് കഴിയുമ്പോൾ ലിൻഡലിന്റെ സപ്പോർട്ട്സ് നമ്മൾ മാക്സിമം കെയർ ചെയ്യുക, ഇമീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യാതിരിക്കുക. ഓക്കെ, സൈഡ്സ് നമുക്ക് 12 hours മതി. വെർട്ടിക്കൽ സർഫസ് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാനായിട്ട് മാക്സിമം 12 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ബട്ട് താഴത്തെ പോർഷൻസ് നമുക്ക് ബീമിന്റെ ഒക്കെ ആണെങ്കിൽ 14 days വരും. ഇതുപോലത്തെ സർഫസ് ആണെങ്കിൽ 7 days കഴിയുമ്പോൾ നമുക്ക് ഡീഷട്ടർ ചെയ്യാം. ബട്ട് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാം. കാരണം അതിന്റെ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ വലിയ സ്പാൻ ആണെങ്കിൽ അതിനൊരു സാഗിങ്ങിന് ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിന്റെ ക്യൂറിംഗ് പീരീഡ് 2 to 3 days കഴിയുമ്പോൾ അതിന്റെ മുകളിലോട്ട് ലെയർ കെട്ടാവുന്നതാണ്, നോ ഇഷ്യൂ. ഓക്കെ, ബട്ട് നമ്മൾ അതിന്റെ സപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ബ്ലോക്ക് വർക്കിന്റെ ക്യൂറിംഗ്. ഞാൻ ചോദിക്കാനായിട്ട് വന്ന ബ്ലോക്ക് വർക്കിന്റെ ക്യൂറിംഗ് ഒരിക്കലും നമ്മൾ സ്ലാബ് ചെയ്യണ പോലെ വെള്ളം കുടിപ്പിച്ച് കിടത്തരുത്. നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാനേ മാത്രമേ പാടുള്ളൂ, ചെയ്യാം. അല്ലാതെ ഒരിക്കലും നമ്മൾ അതിനെ സോക്ക് ചെയ്യരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ശ്രിങ്കേജ് മൂവ്മെന്റിന് വളരെ സപ്പോർട്ട് ചെയ്യും. സോ അത് കാരണം ക്രാക്സ് പിന്നീട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ആ ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ. ഞാനൊരു സംശയം ചോദിച്ചോളൂ, ഇതിൽ ഈ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനൊരു പ്രത്യേക റേഷ്യോ അത് അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? നോർമലി നമ്മൾ ചെയ്യുന്നത് 1:6 ആണ്. 1:6 1:5 to 1:6. നോർമലി 1:6 ആണ്. അല്ലാതെ നമ്മൾ വളരെ പെക്യുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ സ്ട്രെങ്ത് ഒക്കെ അത്രയും ഇത് നോക്കുകയാണെങ്കിൽ 1:5. നോർമൽ കേസിൽ നമുക്ക് 1:6 is more than enough, no issue. കട്ടകൾ ഇപ്പോൾ കട്ടകളെ കുറിച്ച് പരാമർശിച്ച് പോകാനായിട്ട് മാത്രമാണ് ഒരുപാട് കട്ടകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു എഞ്ചിനീയർഡ് സ്റ്റോൺ ആണ്. പിന്നെ നമ്മുടെ സാധാരണ കിട്ടുന്ന തബൂക്ക്, അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന സിമന്റ് കട്ട, ഇതിനൊക്കെ നമ്മൾ കട്ട കെട്ടുന്ന സമയത്ത് ഒരേ സംഗതി തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ പറഞ്ഞ ഒരേ കെയർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ചില ഇന്റർലോക്ക് ബ്രിക്സ് ആയാലും ഇപ്പൊ പുറത്തേനൊക്കെ ആണെങ്കിലും അതിന്റെ ജോയിനിങ് മെത്തേഡ് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ എംബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്സ്, ലാറ്ററൈറ്റ്, ഇഷ്ടിക അതൊക്കെ എന്ന് പറയുമ്പോൾ അത് ട്രഡീഷണൽ ഫിക്സിംഗ് മെത്തേഡിലാണ് പോകുന്നത്. മറ്റേതിന്റെ ആ ഗ്രൂസ് നോക്കിയിട്ടൊക്കെ വേണം. ഓക്കെ, ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു റിക്വയർഡ് പർപ്പസ് നമുക്ക് കിട്ടില്ല. അവർ ആ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് തന്നെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡിലാണ്. അത് നമ്മുടെ ഈ നോർമൽ ബ്രിക്കിന്റെ ടൂൾ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾ ഉണ്ട്. ഓക്കെ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ യൂസ് ചെയ്യണത് അത് ആ വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതനുസരിച്ച് അതുപോലെ തന്നെ ആ ടീമിനെ, നമ്മൾ ചെയ്യുന്ന ടീമിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മിക്സ് ആണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുക
ഡ്രൈ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വെറ്റ് മിക്സ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡ്രൈ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. വെറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. കാരണം വാട്ടർ സിമെൻറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ട്. സോ ആ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് മുമ്പ് തന്നെ നമ്മളത് കൺസ്യൂം ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോമൺ മിസ്റ്റേക്സ് ആണ്, ഇത് ഒന്ന് സെറ്റാവും, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും, പിന്നെ മിക്സ് ചെയ്ത് അത് യൂസ് ചെയ്യും. സോ മാക്സിമം നമുക്ക് ആവശ്യമുള്ളത് ഇന്നത്തെ ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡ്രൈ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഡ്രൈ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി മാത്രം വെറ്റ് മിക്സ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പല പല ബ്രേക്സ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മെറ്റീരിയൽ വേസ്റ്റേജ് മിനിമൈസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോമൺ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറ്റ് മിക്സ് തീർന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അതിൽ വെള്ളം ആഡ് ചെയ്ത് ഇത് ചെയ്യും. സോ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ സിമെൻറ്റ് ബാഗ്സ് ഒരു 30 ഡേയ്സിൽ മുമ്പുള്ള സിമെൻറ്റ് ബാഗ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ വേ ഓഫ് മെത്തേഡ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഒറാൻസായി ബിൽഡേഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇതുവരെ കൃഷ്ണകുമാർജി പറഞ്ഞതുപോലെ എനിക്ക് നന്നായിട്ട് അതിലും നന്നായിട്ട് ഇപ്പം ഞാനത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം, അതായത് കേരളത്തിലാകമാനം ഇപ്പോൾ വർക്ക് എടുക്കുന്നുണ്ട്. അതായത് അഡ്വൈസുകൾ ഉൾപ്പെടെയുള്ള അതായത് ഫുൾ വർക്ക്, അതായത് ഇപ്പോൾ ഡ്രോയിങ് തൊട്ട് അതിൻ്റെ കോൺട്രാക്റ്റിങ് തൊട്ട് ഒരു ടേൺ കീ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കും, പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കൺസൾട്ടിങ്ങും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ അങ്ങനെ എല്ലാ പ്രോജക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ കൃഷ്ണകുമാർജി, അടുത്ത നമ്മുടെ സംഗതി ശരിക്കും പറഞ്ഞാൽ വാർക്കയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നത്തെ പോലെ ആമുഖങ്ങളില്ലാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തത് വാർക്കലാണ്. അതുവരെ എത്തിയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. തടസ്സങ്ങളുണ്ട്, പക്ഷേ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൈവാധീനം. അത് നടന്നു വരുന്നു. ഇനിയും മികച്ച വീഡിയോസ് വരും. അങ്ങനെയുള്ള ചാനലാണ് ഡോക്ടർ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.